1-2 ഇന്റർവ്യൂസ് ഇടയ്ക്ക് ഒരു ഗോസിപ്പാണോ എന്താന്നറിയില്ല, ചെറുതായിട്ടൊന്ന് കേട്ടതാ, വീണ്ടും ഒരു കല്യാണത്തിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ അങ്ങനെ നോക്കുന്നു എന്നുള്ള കാര്യം ആണോ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരുപാട് ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു, പ്രപ്പോസൽസ്. അപ്പം അതില് ഒരെണ്ണം ഇപ്പൊ എന്തായാലും ഇങ്ങനെ നിപ്പുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എൻ്റെ മക്കളെ എന്തായാലും നോക്കണം, അങ്ങനെയുള്ളവരെ മാത്രമേ ഞാൻ അംഗീകരിക്കത്തുള്ളൂ കല്യാണം ചെയ്ത്. പിന്നെ ഇപ്പം കല്യാണം കഴിക്കാമെന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. അവരൊരു ഇഷ്ടം വന്ന് പറഞ്ഞു, നമുക്ക് നോക്കാം, മുന്നോട്ട് നോക്കാം. എനിക്ക് നിങ്ങളെ മനസ്സിലാക്കണം. കാരണം ഇനിയൊരു എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ ഇനിയും തകർന്നു പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇനി ഒന്ന് തിരിച്ചു വരവ് എൻ്റെ ജന്മത്തിൽ നടക്കൂല. സോ ഞാൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഒന്നും പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് വന്നൊരു ആലോചന നമുക്കെല്ലാം ഞാൻ ഓക്കെ ആണോന്ന് ചോദിച്ചാൽ ഓക്കെ അല്ല, എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും പറഞ്ഞു എൻ്റെ കുഞ്ഞുങ്ങളെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കുക, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അംഗീകരിക്കുന്ന ആള് പിന്നെ അതുപോലെ സുധിച്ചേട്ടൻ. ആ ഒരു ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ ആദ്യ ഭാര്യ മരിക്കുമ്പോൾ രണ്ടാമതൊരു ഭാര്യ കിട്ടുമ്പോൾ ഭർത്താവ് പറയുന്നത് എൻ്റെ ആദ്യ ഭാര്യയുടെ കാര്യം പറയുമ്പോൾ ചില രണ്ടാമത്തെ അവർക്ക് അപ്പം എനിക്ക് എപ്പോഴും സുധിച്ചേട്ടൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എനിക്കിപ്പോൾ അദ്ദേഹത്തെ പറ്റി ഇത് തന്നെ എഴുതിയേക്കുന്നത് കൊണ്ടാണ്. അപ്പം അതൊക്കെ അംഗീകരിക്കുന്ന ഒരാളാവണം. അല്ലാതെ സൂചിച്ചേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരും, സൂചിച്ചേട്ടൻ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ പോലും ചില റിലേഷനിൽ പോസസീവ്നെസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഉണ്ടാവുമല്ലോ പൊതുവെ. സോ എന്തായാലും എന്നാ പറയണ്ടേ, കല്യാണം കഴിക്കാന്ന് ഞാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടില്ല. പക്ഷെ വന്നൊരു ആലോചന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് അത് പ്രൊസീഡ് ചെയ്തേക്കാം, ഒന്നും അറിയില്ല. ഈ മതിലും പുറത്തിരിക്കുന്ന തേങ്ങ പോലെ ഒന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാനിത് വീട്ടിൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരാളിങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എന്നെ പോലെ രേണു കുഞ്ഞുങ്ങളെ നോക്കാം, രേണുവിനെ ഇഷ്ടമാണ്. പക്ഷെ ആരാ എന്താന്ന് നമുക്കത് ഇപ്പൊ പറയണ്ടല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ നടക്കത്തില്ലേ എന്ന് ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പം പുറത്ത് വിടാത്തത്. എന്തായാലും എന്നെ നോക്കണം എന്ന് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കണം, എനിക്ക് ബോധ്യമാകണം. ഇത് എനിക്ക് കുറെ നാൾ സമയം എടുക്കും ബോധ്യമാകാൻ. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ കെട്ടാൻ പോവാന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ആളോടൊന്നും പറഞ്ഞിട്ടില്ല. ആളുടെ ഇഷ്ടം പറഞ്ഞു, ഞാൻ നോക്കാം ആലോചിക്കാം. അത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചേക്കും. അപ്പൊ അദ്ദേഹമായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്, ഫ്രണ്ട്ഷിപ്പിൽ പോകാറുണ്ട്, അല്ലാതെ മറ്റൊരു രീതിയിലും ഇല്ല.